എന്നാൽ എനിക്ക് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയെ കുറിച്ച് ഇങ്ങനെ വാർത്തകൾ വരുന്ന ഈ സമയത്ത് നമ്മൾ ആലോചിക്കണം, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മമ്മൂട്ടി എപ്പോഴെങ്കിലും ആരോഗ്യപ്രദമല്ലാത്ത ഭക്ഷണം കഴിച്ചിരുന്നു സുഹൃത്തുക്കളെ. ഈ അടുത്ത കാലത്ത് പോലും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ ആരോഗ്യപ്രദമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് മമ്മൂക്ക ചിപ്സ് കഴിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, കപ്പ ചിപ്സ്. അപ്പൊ അത് ആ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ധാരണ നമുക്ക് 1-2 പീസ് എടുത്ത് കഴിക്കാം, കാരണം ഇത്രയും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് ഡയറ്റിസ്റ്റ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു പാക്കറ്റ് തീർന്നു. അപ്പൊ എന്റെ മോനും അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവനായിരിക്കും കൂടുതൽ തിന്നുന്ന എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത് പൊട്ടിക്കാൻ മമ്മൂക്ക തന്നെ പറയുന്നു, അടുത്ത് പൊട്ടിക്കുന്നു, അത് ഇവര് കഴിക്കുന്നു. അപ്പൊ ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു, നമുക്ക് ഇത്രയൊക്കെ ഇത് കഴിക്കുന്നു ചോദിച്ചു. ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചിട്ട് രാവിലെ നന്നായിട്ട് പറഞ്ഞു, അല്ല തന്നെ പോലെ വെറുതെ നടക്കാമെന്ന് പറഞ്ഞു. ഇത് കാതൽ ദി ഖോർ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് മമ്മൂട്ടി ഇരിക്കുന്നുണ്ട്. പറഞ്ഞ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടതാണ്. മമ്മൂട്ടി കഴിച്ചിരുന്ന ഒരു ചിപ്സ് എന്ന് പറയുന്നത് പൂള ചിപ്സ് ആണ്. കപ്പ ചിപ്സ് എന്നൊക്കെ പല പേര്, കൊള്ളി ചിപ്സ് എന്നൊക്കെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഞാൻ പൂള എന്നൊക്കെ പറഞ്ഞാൽ ചില നാട്ടിലത്തെ ആൾക്കാർക്ക് ഇത് എന്തൊരു തെറിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. മലയാളികൾക്ക് തന്നെ ചില വാക്കുകൾക്ക് ചില തെറി ആയതുകൊണ്ട് ഒന്നൊരു വിശദീകരിച്ചാണ്. എന്തായാലും ഇതാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഇത് അത്ര ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണമൊന്നുമല്ല. ഈ കപ്പ ചിപ്സ് എന്ന് പറയുന്ന സാധനം അത്ര ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണമല്ല. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളല്ല പല സൈറ്റിലും ഇദ്ദേഹം കഴിച്ചിരുന്നു. തൊട്ടടുത്ത് നിന്ന് മമ്മൂട്ടി ഇരുന്ന് കേൾക്കുന്നുണ്ട്, അദ്ദേഹം ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒക്കെ അവസാനം അദ്ദേഹം തന്നെ പറയുന്നത്, സംവിധായകൻ തന്നെ പറഞ്ഞ ഒരു കാര്യം, എടോ ഞാൻ നിന്നെപ്പോലല്ല എന്ന് സംവിധായകൻ പറഞ്ഞു. ഞാൻ നിന്നെപ്പോലല്ല, ഇതെല്ലാം കഴിച്ച് ഞാൻ രാവിലെ എടുത്ത് നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഇവിടെയാണ് മമ്മൂട്ടിക്കുള്ള ഒരു പോസിറ്റീവ് സാധനം കിടക്കുന്നത്. നമ്മളെപ്പോലെ അല്ല അദ്ദേഹം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ മമ്മൂട്ടിക്ക് ക്യാൻസർ തന്നെയാണെന്ന് ഈ ഒരു ഡോക്ടർ മറുനാടൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് വ്യൂ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്ത വല്ല പൊട്ടത്തരങ്ങളായിരിക്കുന്നു വിചാരിച്ചിരിക്കുമ്പോൾ ഈ ഡോക്ടർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ രാജേഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം മമ്മൂട്ടിക്ക് ക്യാൻസർ തന്നെയാണെന്നും എന്നാൽ അതേസമയം അത് ഒട്ടുമേ ഭയപ്പെടേണ്ട അവസ്ഥയിലല്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. എനിക്ക് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ രോഗത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് കുടൽ ക്യാൻസർ ഉണ്ടോ, അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് വിശദീകരിക്കാനും ഈ ക്യാൻസറിന്റെ പ്രത്യേകതയും ഇതിനെങ്ങനെയാണ് ചികിത്സാ രീതിയെന്നും ഞാൻ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് ചെറിയ വയറിന് ദഹനത്തിന് ചെറിയ ബുദ്ധിമുട്ട് പോലെയും ചെറിയ ഓർക്കാനും ഒക്കെ ഉണ്ടായിരുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇവാലുവേഷൻസില് കുടലിനകത്ത് ചെറിയ ഗ്രോത്ത്, വളരെ ചെറിയ ഒരു ഗ്രോത്തിന്റെ നേച്ചർ കണ്ടു. അതിന്റെ പരിശോധനയില് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയില് അത് ക്യാൻസറിന്റെ, കുടലിൽ വരുന്ന ക്യാൻസറിന്റെ വളരെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു സ്റ്റേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ഇപ്പോൾ അത് വളരെ തുടക്കത്തിൽ, വളരെ ഫസ്റ്റ് സ്റ്റേജിലാണ് എന്നും അതിന് നാളെ മുതൽ, അടുത്ത തിങ്കളാഴ്ച മുതൽ അദ്ദേഹത്തിന് അപ്പോളോയിൽ റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ ആയല്ലോ, ഇന്നു മുതൽ ആ ഒരു ചികിത്സ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കൂടി വിശ്വസിക്കുകയാണെങ്കിൽ, ഇദ്ദേഹം പറയുന്നത് അതിന് വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥലത്തു നിന്നാണ് ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടന് ചികിത്സ തുടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥം. എന്താണ് ഈ ക്യാൻസർ? അദ്ദേഹത്തിന് ഈ കുടൽ ക്യാൻസർ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാവോ? അദ്ദേഹത്തിന്റെ പ്രായമാണ്. കാഴ്ചയ്ക്ക് അദ്ദേഹം വളരെ സുന്ദരനാണ്. അദ്ദേഹത്തിന് ആ ഒരു ലൈഫ് സ്റ്റൈലും ഫിറ്റ്നസും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് 73-74 വയസ്സിന്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരവും കോശങ്ങളും അവയവങ്ങളും കാണിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രായത്തില് ഒരു മനുഷ്യന് വരാൻ സാധ്യതയുള്ള കോശങ്ങളുടെ ജനിതക മാറ്റമാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ക്യാൻസർ ആയിട്ട് കണ്ടത്. അതായത് പ്രായം ചെല്ലുന്ന സമയത്ത് മനുഷ്യർക്ക് പല്ലുകൾക്ക് കേടുപാടുണ്ടാകുന്നു, എല്ലുകൾക്ക് വീക്ക്നെസ് ഉണ്ടാകുന്നു, ജോയിന്റ്സിന് പ്രോബ്ലം ഉണ്ടാകുന്നു, മുടിക്ക് നര വരുന്നു, കണ്ടിട്ടില്ലേ? ഇതേപോലെ തന്നെ പ്രായം ചെല്ലുമ്പോൾ കോശങ്ങളുടെ ജനിതക ഘടനയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക്, പ്രതിരോധ ശേഷിക്ക് അതിനെ നിയന്ത്രിച്ച് നശിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റുവരിക. അത് പലപ്പോഴും ഒരു ഭാഗത്ത് ക്യാൻസർ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വാർദ്ധക്യ രോഗങ്ങളുടെ കൂട്ടത്തില് ക്യാൻസറിന് ഒരു പ്രധാന പങ്ക് പറയുന്നത്. സുഹൃത്തുക്കളെ,
ഈ ഒരു ക്യാൻസറിനെ കുറിച്ചിട്ട് ഈ ഡോക്ടർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു വാർദ്ധക്യ ക്യാൻസർ എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ വളർന്ന് വലുതായി ഒരു പ്രായം കഴിഞ്ഞ് ഏകദേശം 70-74 വയസ്സാവുമ്പോൾ നമ്മുടെ കോശങ്ങളൊക്കെ എല്ലാം ഒരു പക്ഷേ ചില കോശങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയാതെ വരികയും ചില കോശങ്ങൾ അവിടെ അമിതമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. ഇങ്ങനെ ഇദ്ദേഹം പറയുന്നത് വളരെ ഭാഗ്യമെന്നായിട്ട്, അല്ലെങ്കിൽ ഇത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മലനാടൻ പറഞ്ഞ പോലെ ഇതെന്തൊരു വലിയ സംഭവമാണ്, ഇതോടുകൂടി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇല്ല, അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിയില്ല എന്ന രീതിയിലൊന്നും ഈ ഡോക്ടർ പറയുന്നില്ല. ഇദ്ദേഹം പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മമ്മൂട്ടിക്ക് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജിലാണ്. ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഴകള് 15 വർഷം കഴിഞ്ഞാൽ ക്യാൻസറായി മാറാൻ സാധ്യതയുള്ള മുഴകളാണ്. ആ മുഴകൾ ഇന്നേ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരിപൂർണമായിട്ട് നീക്കം ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, ഇനി ഈ ഒരു സംഗതി ആ കുടലിൽ വരാതിരിക്കാൻ 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ക്യാൻസറൊക്കെ വരാനുള്ള. ഒന്ന് ബ്രസ്റ്റിലാണോ, ഒന്ന് വായിലാണോ, ഒന്ന് കുടലിലാണ്. കുടൽ എന്ന് പറയുന്നത് തേർഡാണ്, മൂന്നാമത്തെ ഒരു മൈനർ സാധനമാണ്. എന്തായാലും അതിൽ വരുന്ന ഇനി അത് ഒരിക്കലും വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും മമ്മൂട്ടി ഇനി നമ്മുടെ മുമ്പിലേക്ക് എത്തുകയെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കുടൽ ക്യാൻസറിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പാരമ്പര്യം, നമുക്ക് അമിതമായിട്ടുള്ള പുകവലി ശീലം, മദ്യപാന ശീലം, പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാതിരിക്കുക, റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുക. നമ്മൾ കുടൽ ക്യാൻസറിന്റെ കാരണങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന മമ്മൂട്ടി ഈ ഒരു ശീലങ്ങളൊന്നും ഉള്ള ആളായിട്ട് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രോഗം വന്നപ്പോൾ നമ്മുടെ എല്ലാ ജീവിതം ഇനി എന്തായി തീരുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ കുടൽ ക്യാൻസറിന്റെ കൃത്യമായിട്ടുള്ള കുറച്ച് ഡാറ്റകൾ, കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ കോശമായി മാറുന്നതിന് മുൻപ് തന്നെ ക്യാൻസറിന്റെ സാധ്യത തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രോഗമാണ്. അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യർ പക്ഷേ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം സാധാരണയായിട്ട് ക്യാൻസറൊക്കെ വന്ന് അത് 1, 2, 3 സ്റ്റേജൊക്കെ എത്തുമ്പോഴാണ് പലപ്പോഴും നമ്മൾക്ക് അറിയാം. പക്ഷെ ഇവിടെ മമ്മൂട്ടി ഒരു മഹാഭാഗ്യം, അദ്ദേഹം ചെയ്ത മഹാഭാഗ്യം. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിരിക്കണം. കാരണം ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ആദ്യമായിട്ട് തുടങ്ങിയ മനുഷ്യനാണ്. അങ്ങനെ ആളുകളുടെ ചികിത്സകൾ, എന്താ പറയുക, കാഴ്ച ശക്തിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഇപ്പോൾ ഓപ്പറേഷൻസ്, ഒരുപാട് ഹൃദയ എന്താ പറയുക ശസ്ത്രക്രിയകളൊക്കെ വളരെ ഫ്രീ ആയിട്ട് എത്രയോ ഓരോ വർഷം ചെയ്യുന്ന മനുഷ്യനാണ്. അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ഈ ഒരു അസുഖമല്ലേ വന്നുള്ളൂ. ഇങ്ങനെ വളരെ മൈനർ ആയിട്ടുള്ള, വളരെയധികം മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു ക്യാൻസർ മാത്രമേ വന്നുള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം ഇത് ക്യാൻസർ എന്നുള്ള സംഗതി പോലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ക്യാൻസർ ആയിട്ടില്ല. ക്യാൻസർ ഒരു 15 വർഷം കഴിഞ്ഞാൽ ആവുന്നത് ഇപ്പോഴേ അതിന് സിംറ്റംസ് നമ്മൾ അറിയിച്ചു എന്നുള്ളതാണ്. അതാണ് ഇദ്ദേഹത്തിന് വന്ന ഏറ്റവും പലപ്പോഴും ഇതൊക്കെ വന്ന് പരിപൂർണമായിട്ട് ക്യാൻസർ വന്ന് അത് മുഴുവൻ മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുമ്പോഴായിരിക്കും പലപ്പോഴും അറിയുക. പക്ഷേ ഇത് അതിന് മുമ്പേ അറിഞ്ഞു എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്രയേറെ നന്മ ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതായത് നമുക്ക് 3 തരത്തിലുള്ള ക്യാൻസറുകൾ മാത്രമാണ്. ക്യാൻസറായി തീരുന്നതിന് മുൻപേ ഇത് ക്യാൻസർ ആകും എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ. അതിൽ ഒന്നാമത്തത് കുടൽ ക്യാൻസർ ആണ്. രണ്ടാമത്തത് സെർവിക്സിൽ, സ്ത്രീകൾക്ക് ഗർഭാശയ ഗളത്തിൽ വരുന്ന ക്യാൻസർ ആണ്. മൂന്നാമത്തത് വായ്ക്കകത്ത് വരുന്ന ക്യാൻസർ ആണ്. ഇവയെല്ലാം തന്നെ നമുക്ക് വായ്ക്കകത്ത് ക്യാൻസർ വരുന്നതിന് മുമ്പ് വെളുത്ത പാച്ചസ് ലുക്കോപ്ലേക്കി ആയിട്ട് കാണുമെന്ന് കണ്ടിട്ടില്ലേ? ക്യാൻസർ വരുന്നതിന് 10 മുതൽ 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെറിയ പോളിപ്പുകൾ കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇവ നമ്മൾ പരിശോധിക്കുമ്പോൾ യൂഷ്വലി അഡിനോമാറ്റസ് പോളിപ്പസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് വളരെ നേരത്തെയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സർജറി പോലും വേണ്ട റേഡിയോ തെറാപ്പി ചികിത്സയാണ് ആദ്യം തുടങ്ങുന്നത്. റേഡിയോ തെറാപ്പി ചികിത്സ എന്ന് പറയുന്നത് ഈ കുടലിൽ വരുന്ന ചെറിയ ക്യാൻസർ കോശങ്ങളെ റേഡിയോ രശ്മികൾ ഉപയോഗിച്ച്, തീക്ഷ്ണമായിട്ടുള്ള രശ്മികൾ ഉപയോഗിച്ച് കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. പറയാൻ സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം. രാവിലെ 5 മണിക്ക് അദ്ദേഹം കൃത്യമായി ജിമ്മിൽ പോകും. അദ്ദേഹം വ്യായാമം ചെയ്യും. ഭക്ഷണത്തിൽ അദ്ദേഹം പാലിച്ചിരുന്ന നിയന്ത്രണം, അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാനെ വെച്ച് നോക്കിയാൽ പോലും അദ്ദേഹം ആരോഗ്യപരമായി വളരെയധികം ഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗം മറികടക്കുന്നതിന്, നമുക്കിപ്പോ ക്യാൻസർ രോഗം വന്ന് അത് മറികടന്ന് ആരോഗ്യത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യവും നമ്മുടെ മസിലുകളുടെ ആരോഗ്യവും എല്ലാം വളരെ പ്രധാനമാണ്. മമ്മൂട്ടിയുടെ കാര്യത്തില് ഈ ഒരു കാര്യങ്ങൾക്ക് 100% അദ്ദേഹം ഫിറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ചെയ്യുന്ന റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ സർജറി
പീരീഡിന് ശേഷം വേണമെങ്കിൽ പോലും വളരെ എളുപ്പം അദ്ദേഹം റിക്കവർ ചെയ്ത് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇദ്ദേഹം പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ വളരെയധികം സൂപ്പർബാണ് എന്ന് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് കൂടി വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്താണ്? സ്വാഭാവികമായിട്ടും വേണ്ടത് ഈ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ അസുഖം മാറാൻ വേണ്ടിയിട്ടുള്ള ഈ മരുന്നുകളും ഈ തെറാപ്പികളും നടത്തുന്ന സമയത്ത് പിന്നീട് ആ രോഗിക്ക് വേണ്ടത് നല്ല ആരോഗ്യമാണ്. നമുക്കറിയാം, ദിവസവും ഒരുപക്ഷെ നമ്മളൊന്നും ഈ കാര്യം ചെയ്യാത്ത ആൾക്കാരുണ്ട്. പല ആൾക്കാരും രാവിലെ 5 മണിക്ക് 4 മണിക്ക് എണീച്ച് കൃത്യമായിട്ട് ജിമ്മിൽ പോവുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മെന്റലി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫിസിക്കലി അദ്ദേഹം ഭയങ്കര ഫിറ്റാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ ദുൽഖർ സൽമാനേക്കാൾ കൂടുതൽ ഫിറ്റാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ക്യാൻസർ വന്ന് ഈ ചികിത്സ ചെയ്താൽ തന്നെ അത് റിക്കവർ ചെയ്യാൻ അദ്ദേഹത്തിന് ആരോഗ്യം വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ അനുവദിക്കുമെന്നുള്ളതാണ്. കാരണം അത്രത്തോളം ആരോഗ്യം സൂക്ഷിക്കുന്ന ആ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പഴയ സ്റ്റേജിലേക്ക് പരിപൂർണ ആരോഗ്യത്തോടുകൂടി വരാൻ വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ സാധിക്കുക. പലപ്പോഴും ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആളുകൾ പാടെ തളർന്നു പോകുന്നത് അവരുടെ ആരോഗ്യം ആൾറെഡി തകർച്ചയായിരിക്കും. ആരോഗ്യം ആൾറെഡി അവർക്ക് ഉണ്ടാവില്ല. ശരീരമൊന്നും ഒരിക്കലും ഫിറ്റ് ആയിരിക്കില്ല. അത്തരമുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നോർമലി അവർ പാടെ തകർന്നു പോകും. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെയല്ല. ഈ മൈന്യൂട്ട് ഇത്തരം ഒരു റേഡിയേഷൻ ചികിത്സ തന്നെ ചെയ്താലുണ്ടാവുന്ന ക്ഷീണങ്ങൾ വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ സാധിക്കും. പഴയതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലേക്ക് അതിഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ, അതിഗംഭീരമായിട്ടുള്ള നിമിഷങ്ങൾ, അഭിനയ മുഹൂർത്തങ്ങൾ തരാൻ വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യന് എത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ള സുഹൃത്തുക്കളെ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മഹേഷ് നാരായണ സിനിമയിലേക്ക് പോയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ സിനിമ തീർത്ത് വീണ്ടും അടുത്ത സിനിമ ചെയ്ത് അങ്ങനെ സിനിമകൾ ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഇനിയും അദ്ദേഹം ഈ ലോകത്തുണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ, ഹാപ്പി ആയിരിക്കുക.